പോട്ടെ? എല്ലാവർക്കും ഉണ്ടോ? ഓക്കെ. ഈ കാരിസമിനെ കുറിച്ച് തന്നെ മദർ പറഞ്ഞത് ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. കാരണം റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് ഫോർ ഓൾ ദ വീഡിയോസോ അല്ലെങ്കിൽ തന്നെ ഒരു ഷെയറിങ് ചെയ്യുന്നത് മുന്ന് വാട്ട് എവർ എനി പ്രേയറിന്റെ മുന്ന് ഓൾസോ വി ഹാവ് ദിസ് റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് റെയിൻ ഫോർ എവർ മോർ. അപ്പോൾ അത് എങ്ങനെ ഡെവലപ്ഡായി ദാറ്റ് ഇപ്പോൾ മദർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് ഈ കാരിസം വെച്ചിട്ടുണ്ടോ? അതായത് പരിശുദ്ധ അമ്മ മാഗ്നിഫിക്കാട്ടില് സ്തോത്രഗീതത്തിൽ പറയുന്നുണ്ടല്ലോ, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, വലുതാക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളില് നമ്മൾ ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തണം, ഗ്ലോറിഫൈ ചെയ്യണം, മാഗ്നിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചുറ്റിലൊക്കെ ദൈവം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഈ ഒരു ആശ്രമത്തിൻ്റെ കാരിസം റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് എന്ന് പറയുമ്പം ആ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വലുതായി നിൽക്കണം. നേരത്തെ പറഞ്ഞു വലുതായി നിൽക്കണം. അപ്പോൾ എൻ്റെ ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അത് ഇങ്ങനെ ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വൺ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. ഫെയ്ത്ത് ഇസ് എ ജേർണി. ആ ഫെയ്ത്ത് ജേർണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വലുതാവുന്ന ഒരു അനുഭവമായിരുന്നു. ഓരോ കാര്യത്തിലും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇൻ മൈ കേസ് ഹീസ് ഓൺലി സിങ്, എങ്ങനെയായിരിക്കും ഇങ്ങനെ ഓരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹീസ് വിസ്പറിങ് ഇൻസൈഡ് മീ. അപ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഞാൻ അതിനൊരു ആൻസർ പറയുന്നു. അപ്പോൾ ഒന്നും കൂടി ആൾ വലുതായി. ഇപ്പോൾ കൊച്ചുകുട്ടികൾ കണ്ടില്ലേ, ഒരു മൂലക്കലിരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ അപ്പം നമ്മൾ ചോദിക്കും, എന്താണ് വിശേഷം, എന്താണ് ഇങ്ങനെ, നമ്മൾ ഓരോന്ന് ചോദിച്ചാൽ അവർ ഉത്തരം പറയുമ്പോഴേക്കും അവർ ഭയങ്കര ആക്റ്റീവായി, പിന്നെ ഓടി നടന്നു തുടങ്ങി. നമുക്ക് അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉഷാറായി. അപ്പോൾ ദൈവത്തിന് അങ്ങനെ സ്വഭാവം ഉണ്ടെന്നല്ല, അതായത് പരിശുദ്ധാത്മാവിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കും തോറും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വലുതാവുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ ചെറിയ കാര്യത്തിലും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ അവിടെ മേക്സ് പ്രസൻറ്റ് ഇൻ മൈ ഓൺ ലൈഫ്. അങ്ങനെ ഒരു അപ്പോൾ ഉള്ളിലിങ്ങനെ വാഴാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ കുറേ പേര് ഇതിങ്ങനെ ചെയ്താലോ പരിശുദ്ധാത്മാവ് എല്ലായിടത്തും വാഴും. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെറുതെ എയറിൽ കൂടെ ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും വ്യക്തികളുടെ ഉള്ളിൽ ചലിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈശോ ആയാലും ഹോളി കമ്മ്യൂണിയനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഉള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ചലിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ അതൊക്കെയാണ് ഫെയ്ത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം. അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോ പിന്നീട് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് ആ സമയത്തൊക്കെ ഓരോ ചെറിയ കാര്യം സംഭവിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് പരിശുദ്ധാത്മാവിനെ കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു കമ്പനിയിൽ ചെയ്യുമ്പോൾ ഉള്ളിൽ തന്നെ ഒരു പരിശുദ്ധാത്മാവ് ഒന്നും കൂടി ഒന്ന് നിറയുന്ന ഒരു അനുഭവം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണല്ലോ, ആ പരിശുദ്ധാത്മാവിൻ്റെ ആലയം തന്നെ ഒരു ആക്റ്റീവായ ഒരു അനുഭവം. അങ്ങനെ ഇഷ്ടം പോലെ എക്സ്പീരിയൻസ്, ഇഷ്ടം പോലെ അതായത് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ വളരാന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആയാലും ഏതൊരു മാനുഷിക ബന്ധങ്ങളായാലും നമ്മൾ ഇങ്ങനെ ആ ബന്ധത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ് ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു എൻ്റെ പേഴ്സണലായിട്ട് ആ പരിശുദ്ധാത്മാവ് എന്ന ആ വ്യക്തിയോടുള്ള അടുപ്പവും ആ ബന്ധവും വളർന്നുകൊണ്ടിരുന്നു. അതിൽ നിന്നാണ് കാരിസത്തിൻ്റെ ബാക്കി എല്ലാ മാനങ്ങളും തലങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് പൊട്ടിപ്പുറപ്പെട്ട് വന്നത്. നമ്മുടെ ഈ കാരിസം അത് എങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ബാറ്റിൽ എങ്ങനെ സഹായിക്കും? മറ്റുള്ളവർക്കായാലും നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലായാലും ഡെലിവറൻസിന് അത് എങ്ങനെ സഹായിക്കും എന്ന് പറയാൻ പറ്റും? കാരിസം എന്ന് പറഞ്ഞാൽ മെയിൻലി പരിശുദ്ധാത്മാവ് വാഴണം. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വാണിങ്ങനെ നിൽക്കുമ്പോൾ അശുദ്ധാത്മാവിന് അവിടെ ഉണ്ടാവാൻ പറ്റുമോ? അശുദ്ധാത്മാവ് ഓടിപ്പോകും അല്ലേ? ദാറ്റ് ഈസ് ഡെലിവറൻസ്.
ഒന്ന് കൊറിന്തോസ് 13:10 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പൂർണ്ണമായ എന്ത് ഉദിച്ചാലും അപൂർണമായവയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുമ്പോൾ അശുദ്ധാത്മാവിന് അവിടെ ഉണ്ടാവാൻ പറ്റില്ല. സിമ്പിൾ ഡെലിവറൻസ്. അശുദ്ധാത്മാവിനോട് പോ 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 എന്ന് പറയേണ്ട ആവശ്യമില്ല, തന്നെ പോവും. പിന്നെ നമ്മുടെ സ്പിരിച്വൽ ബാറ്റില് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരാ. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നയിച്ച ബാറ്റിലൊക്കെ എന്ത് ബാറ്റില് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അല്ലേ? ഇപ്പൊ ഒരു യുദ്ധത്തിന്റെ കാര്യം എടുക്കുക. ബാറ്റില് നല്ല ശക്തരായിട്ടുള്ള സോൾജേഴ്സും ലീഡേഴ്സും ഒക്കെ നമ്മുടെ ഭാഗത്താന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കിതൊരു എൻജോയ്മെന്റ് ആയിരിക്കും ബാറ്റിൽ തന്നെ. ഇത്രയും ശക്തമായിട്ടുള്ള മറ്റേ ശത്രുവിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ആൾക്കാരും അത്ര ശക്തിയില്ലാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് നല്ല ശക്തിയുള്ള ആൾക്കാരാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും? പരിശുദ്ധാത്മാവ് ഇത്രയും വലിയ ആള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വാണ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേടി ഉണ്ടാവും യുദ്ധത്തില്? ഇല്ല. ഈ വലിയ ആളെ കൂട്ടുപിടിക്കണം. പരിശുദ്ധാത്മാവിന്റെ കൂടെ ബാറ്റിൽ ചെയ്ത് നോക്കി. ക്യാരിസം ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ക്യാരിസം, വെരി സിമ്പിൾ. ആ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്യല്ലേ. പരിശുദ്ധാത്മാവ് ഓരോന്നിങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അതിനെ കെടുത്തിക്കളയല്ലേ. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ കെടുത്തിക്കളയല്ലേ. ഇനിയൊക്കെ പരിശുദ്ധാത്മാവ് വാഴാൻ അനുവദിച്ച ബാറ്റിൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങള് ഉത്കണ്ഠാകുലരാകണ്ട, ഭയപ്പെടണ്ട. ഈശോ പറഞ്ഞു, ഞാൻ പോയാലും മറ്റൊരു സഹായകനെ അയച്ചു തരും, നിങ്ങളുടെ കൂടെ ആയിരിക്കാം. ഇത്രയും വലിയ ആളുള്ള അപ്പൊ എന്തിനാ പേടി? ബാറ്റിലാണെന്നേ തോന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഭയങ്കര സ്ട്രഗിളാണ്. എതിർഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് തോൽപ്പിച്ച് തുന്നം പണി. അതുകൊണ്ട് ഈശോ പറഞ്ഞു, എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതും. എല്ലാം ഈസി ആൻഡ് ലൈറ്റ്, ഈസി ആൻഡ് ലൈറ്റ്. എന്തിനാ ഇത്ര കഷ്ടപ്പാട്? പക്ഷെ നമ്മുടെ ബേസിക് ചോയ്സ് ആൻഡ് ഡിസിഷൻ കറക്റ്റ് ആയിരിക്കണം. ഹൂസ് സൈഡ് ആർ യു? ദൈവം ഇല്ലാണ്ട് കളിച്ചാൽ ആ കളിയിൽ തോൽക്കുള്ളൂ. ദൈവത്തിനെ മാറ്റി വെച്ച് നീ ആളാവാൻ നോക്കിയാൽ പിന്നെ ഇങ്ങനെ ദൈവം പിന്നെ ഫോഴ്സ് ചെയ്തിട്ട് വന്ന് ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ സ്പിരിച്വൽ ലൈഫ് എന്നൊക്കെ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ലൈഫ്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, അത് വെറുതെ ഉള്ളിലല്ല പുറമെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സ്റ്റാൻഡ് ഫോർ ഗോഡ്, സ്റ്റാൻഡ് വിത്ത് ഗോഡ്. ആ ഒരു ചോയ്സ് ആൻഡ് ഡിസിഷൻ കറക്റ്റ് ആയാൽ പിന്നെ ഒന്നും ബുദ്ധിമുട്ടില്ല. ഈ ചോയ്സ് ആൻഡ് ഡിസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ എവറിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്, എവറിത്തിങ്. സോ ക്യാരിസം ഇത് തന്നെ. പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് വാഴാൻ എന്തൊരു സാഹചര്യം വന്നാലും പരിശുദ്ധാത്മാവേ വോട്ട് ഡു യു സേ? പരിശുദ്ധാത്മാവ് എന്താ വേണ്ട, ഞാൻ എന്താ ചെയ്യും? ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടെങ്കിലും ചെയ്യാലോ, ഉത്തരം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ ഒരു ബാറ്റിൽ ഇഫക്റ്റ് അങ്ങനെ തോന്നാതെ, എന്നാൽ അതേസമയം ബാറ്റിൽ നടക്കുന്നുമുണ്ട്. നമ്മൾ സമരസഭയിലാണ്, സമരം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? അല്ലെങ്കിൽ ടെൻഷനിൽ നമ്മൾ സമരം ചെയ്യുമ്പോൾ കുറെ നെർവുകളൊക്കെ പൊട്ടിപ്പോകും. പിന്നെ ഈ പരിശുദ്ധാത്മാവ് വേറൊരു കാര്യം ചെയ്യുന്നതേ, ഈ ശത്രുഭാഗത്ത് അവരുടെ ചില ടെക്നിക്സും ട്രാപ്സും ഒക്കെ പറഞ്ഞു തരും. അവൻ പൊക്കിക്കൊണ്ടിരുന്ന ഐഡിയ അടക്കം ഫ്ലാറ്റാക്കി തട്ടിയിടും. സോ ഇറ്റ്സ് സോ ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ലിവ് with the Holy Spirit and in the Holy Spirit. Charism, reign the Holy Ruach Lord. നിങ്ങളെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. RAIN അല്ല, REIGN, reign, വാഴണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇതിപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി. ഒരു സ്ലോഗൻ പോലെ, അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ പോലെ, ഒരു മോട്ടോ പോലെ ഇങ്ങനെ, reign the Holy Ruach Lord. അപ്പം അതിങ്ങനെ പറഞ്ഞിട്ടെങ്കിലും അതിൻ്റെ എഫക്റ്റ് വരുമല്ലോ. ചിലപ്പോൾ പറയുമ്പം ആലോചിക്കുന്നുണ്ടാവില്ല ഇതിൻ്റെ മീനിങ് ഒന്നും. reign the Holy Ruach Lord എന്താ പറയണേന്ന് ആലോചിക്കുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പറഞ്ഞ എന്തൊരു പവറാന്നറിയാം അതിന്.
റെയിൻ ദ ഹോളി റേ എന്ന് പറയുമ്പോഴേക്കും ദുഷ്ടാരൂപിയൊക്കെ ഓടും, ദേ വരുന്ന അവര് റെയിൻ പറഞ്ഞിട്ട്. അപ്പൊ എത്ര പ്രാവശ്യം നിങ്ങൾ പറയണ്ട, അതൊന്നും ഒരു ബോധത്തോടു കൂടെ ഒന്നും കൂടി ഒരു ഡെലിബറേറ്റ് ആയിട്ട് എന്ന് പറയുമ്പോഴേക്കും ദുഷ്ടാരൂപികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇപ്പൊ ഇവരിത് പറയാനാ വരുന്നത്. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോ നിങ്ങൾ തുടങ്ങുന്നതന്നെ എന്ത് പറഞ്ഞിട്ട്? Reign the Holy Ruach Lord, reign forevermore. ഡു യു മീൻ ഇറ്റ്? Yes. ശരിക്കും റെയിൻ ഫോർ എവർ മോർ എന്നുള്ളത് റെസ്പോൺസ് ആണ്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള വീഡിയോയില് റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവരെന്ത് പറയും? റെയിൻ ഫോർ എവർ മോർ. അത് റെസ്പോൺസ് ആണ്. അപ്പൊ ഇപ്പൊ അവർക്കത് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ പറയാണ് റെസ്പോൺസും കൂടി. ഇനി കൂടുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾ റെയിൻ ദ ഹോളി റുവാഹ് ലോർഡ് എന്ന് പറയുമ്പോൾ റെയിൻ ഫോർ എവർ മോർ. പരിശുദ്ധ റുഹ വാഴട്ടെ, എന്നേക്കും വാഴട്ടെ.